ഹായ് ഫ്രണ്ട്സ്, ഐബെക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൺഡേ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് വേറെ എവിടെയല്ല, നമ്മുടെ തൃപ്പൂണിത്തുറ ഉദയംപേരൂർ പടിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഷാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അടിപൊളി എരിവുള്ള പല ഷാപ്പിലെ കറികളും നമുക്ക് അവിടെ ട്രൈ ചെയ്യാൻ പറ്റും. ഒട്ടും ക്ഷമയില്ല, ഇപ്പം തന്നെ 4 മണിയായി. ഞങ്ങൾ കുറച്ച് ലേറ്റായി. സൺഡേ ആയതുകൊണ്ട് എന്തായാലും വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒതുക്കിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന വീടുണ്ടല്ലോ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രീം ഹൗസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലൊരു വീട് ഇതിലും ഭംഗിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളിതാ സ്പോട്ട് എത്തിക്കഴിഞ്ഞു. എസ്.എൻ. ജംഗ്ഷൻ 10-ാം മൈൽ, അവിടെ നേരെ റൈറ്റ് എടുക്കുക, അതാണ് നമ്മളുടെ റൂട്ട്. അങ്ങനെ നമ്മളിതാ ഷാപ്പിലെത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ പടിപ്പുര. ഇവിടെ കള്ളിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെന്തായാലും കള്ളൊന്നും കഴിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്, മിക്കപ്പോഴും ഞങ്ങൾ വരാറുണ്ട്. ഇവിടുത്തെ തലക്കറിയും താറാവ് കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. 2 വാക്ക് പടിപ്പുരനെ പറ്റി പറയുക. പടിപ്പുര വളരെ നല്ല ഹോട്ടലാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസാണ്, വളരെ റേറ്റും അഫോർഡബിളാണ്. ഷാപ്പിലെ വിഭവങ്ങളും അതിൻ്റെ റേറ്റുകളും എല്ലാം കൃത്യമായിട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർഡ് പേയ്മെൻറ്റും ഗൂഗിൾ പേയും അവൈലബിൾ അല്ല, പകരം ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ വരുന്നവർ അത് ഓർത്ത് വേണം വരാനായിട്ട്. അത്യാവശ്യം ഒരു വലിയ ഫാമിലിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ടീംസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടിക്കുട്ടികളങ്ങളും ബാക്കിയുള്ളവരും ആ വണ്ടിയിലാണുള്ളത്. എല്ലാം ഉറങ്ങി പൂസായിപ്പോയി. ഇത്രയും നേരം ആയില്ലേ, കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയി. യാമിറും ഇമ്രാനും നല്ല ഉറക്കത്തിലാണ്. കാസും കലിപ്പിലാണ് മോനെ, ചെക്കൻ ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്കിട്ട് നടക്കുവാണ്. ഞങ്ങളിതാ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. പുട്ടും ലിവർ ഫ്രൈയും, നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ലിവർ ഫ്രൈയും താറാവ് കറിയും. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി തുടങ്ങി. ഫുഡിൻ്റെ മണം അടിച്ചിട്ടാണോ എന്നറിയില്ല, ഉറങ്ങിക്കിടന്ന ചെക്കനൊക്കെ ചാടി എണീച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ കറിയിലേക്ക് പോവാം. തലക്കറി വറ്റയാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ, നല്ല വലിയ തലയാണ്.
കുറച്ച് താറാവ് കറിയും തലക്കറിയും കൂട്ടി പുട്ടൊരു പിടി പിടിച്ചാലോ? നിങ്ങളെപ്പോഴെങ്കിലും പടിപ്പുരയിൽ വരുവാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട 2 കറികളാണ് തലക്കറിയും താറാവ് കറിയും. നല്ല ടേസ്റ്റാണ്. പൊതുവേ ഞാൻ താറാവ് കറി അങ്ങനെ കൂട്ടാത്ത ഒരാളാണ്. പക്ഷേ പടിപ്പുരയിലെ താറാവ് കറി എനിക്കിഷ്ടമാണ്. നല്ല സോഫ്റ്റ് മീനും കുറച്ച് മീറ്റ് ഉണ്ടാകും തലക്കറിയിൽ. ഞങ്ങളൊരു കൊഴുവ ഫ്രൈ കൂടെ പറഞ്ഞു. നല്ല ക്രിസ്പി ആയിരുന്നു. ഒരു കറി മാത്രമേ വാങ്ങിയുള്ളൂ. ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അതിൽ കൊഴുവ ഫ്രൈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇമ്രുവിനാണ്. ചെക്കൻ അത് മാത്രം ഒരു പ്ലേറ്റിലിട്ട് കടിച്ചു മുറിച്ച് തിന്നുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തലക്കറി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല എരിവായതുകൊണ്ട് എല്ലാവരും പയ്യെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു 3 കുപ്പി മിനറൽ വാട്ടറും തീർത്തു അതിനകത്ത്. തലക്കറിയിലുണ്ടായ വറ്റയുടെ തല കടിച്ചു പൊളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ എടുത്തത് നേരെ നീട്ടുകയാണ്. കടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് തിന്നാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ നീട്ടുകയാണ്. പുട്ട് തീർന്നു. അടുത്ത ട്രിപ്പ് അപ്പം വന്നു. മീൻകറിയുടെ കുറച്ച് ചാറ് തന്നു. അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ബാക്കിയുള്ളതോടെ പഠിച്ചെടുക്കുകയാണ് എൻ്റെ ഇഷ്ടം. വലിയൊരു യുദ്ധം കഴിഞ്ഞ ഫീലാണ്. നേരെ നോക്കുമ്പോൾ ഇതാ 4 പ്ലേറ്റുകൾ നിരത്തിയിരിക്കുന്നത് കണ്ടോ. മീൻമുള്ളുകൾ മാത്രമുള്ള കുറേ പ്ലേറ്റുകളാണ് അവസാനം അവശേഷിച്ചത്. ഇനി നമുക്ക് കഴിച്ച ഫുഡിൻ്റെയൊക്കെ ബില്ല് എത്രയായെന്ന് നോക്കാം. അതാണല്ലോ വീഡിയോയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ കാൽക്കുലേറ്റർ. ഈ ടേബിളിൽ ചോക്ക് കൊണ്ട് എഴുതിയാണ് അവർ കണക്ക് കൂട്ടുന്നത്. 1740 രൂപയാണ് നമ്മുടെ ബില്ലായത്. വണ്ടി തിരിച്ച് പോകും വഴിയോരത്ത് വലിയ ചായക്കടയിൽ നിർത്തി. ഐബെക്സ് ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചെറിയൊരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.